അല്പനാളി കണ്ണീരിൻ താഴ്വരയിൽ ആയിടിലും അല്പനാളി കണ്ണീരിൻ താഴ്വരയിൽ ആയിടിലും അത്യന്തം തേജസിന്ധനം നിത്യത ചെന്നു കാണും ഞാൻ അത്യന്തം തേജസിന്ധനം നിത്യത ചെന്നു കാണും ഞാൻ എന്നിനിയും വന്നങ്ങു ചേർന്നിടും ഞാൻ നിന്നരികിൽ എന്നിനിയും വന്നങ്ങു ചേർന്നിടും ഞാൻ നിന്നരികിൽ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ഫിലിപ്പി ലേഖനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവം അനുസരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നതിന് സന്തോഷമുണ്ട്. ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സദ്ഗുണമപേക്ഷയായതൊക്കെയും ചിന്തിച്ചുകൊള്ളുകയും. എന്താണ് ഇതുവരെയും പൗലോസ് പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മുടെ മനസ്സിനെ ആകുല ചിന്തകളിൽ നിന്ന് പ്രാർത്ഥനയിലേക്ക് നയിക്കണം എന്ന് പൗലോസ് 6-ാം വാക്യത്തിലും 7-ാം വാക്യത്തിലും നമുക്ക് പറയുന്നുണ്ട്. മാത്രമല്ല, അങ്ങനെ വരുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവിക സമാധാനത്താൽ അലങ്കൃതമായ ഒരു ജീവൻ നയിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞതിന് ശേഷം 8-ാം വാക്യത്തിലേക്ക് പൗലോസ് പറയുമ്പോൾ നമ്മുടെ ചിന്താഗതി, നമ്മുടെ ആത്മീക സ്ഥിരതയ്ക്ക് ആവശ്യമായ മറ്റൊരു ഘടകം പറയുകയാണ്. നമ്മുടെ ചിന്താഗതി എങ്ങനെയായിരിക്കണം, എന്താണ് ചിന്തിക്കേണ്ടത്, എന്താണ് ചിന്താലോകത്തിലേക്ക് മനസ്സിലേക്ക് കടന്നു വരുന്നതെന്നല്ല പറയുന്നത്. നാം മനഃപൂർവമായിട്ട് എന്ത് ചിന്തിക്കണം എന്ന് തീരുമാനിക്കണം. നമുക്ക് ഈ ലോക സംവിധാനം പിശാചിനാൽ നിയന്ത്രിക്കപ്പെട്ട ഇന്റർനെറ്റിലൂടെയും ടെലിവിഷനിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ലോകത്തിൻ്റെ മാലിന്യങ്ങൾ, പാപത്തിൻ്റെതായ മാലിന്യങ്ങൾ കടത്തിവിട്ട് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുകയും അതുവഴി നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കുകയും ചെയ്ത് ദൈവത്തിന് വിരോധമായി നമ്മുടെ ചിന്താഗതികളെയും പ്രവൃത്തികളെയും നയിക്കുന്നതിന് മനസ്സിനെ കീഴടക്കാനായിട്ട് ലോക സംവിധാനം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ വലിയൊരു പോരാട്ടമുണ്ട്. പിശാച്, ലോകം, ജഡം, ഇതെല്ലാം നമ്മുടെ മനസ്സിനെ കീഴടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ എങ്ങനെ കഴിയും എന്നുള്ളതിനെ കുറിച്ച് പൗലോസ് പറയുകയാണ്. ഇവിടെ പറയുന്ന സ്വഭാവങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ഈ സ്വഭാവങ്ങളെല്ലാം കർത്താവിൻ്റെ സ്വഭാവങ്ങളാണ്. അഥവാ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഗുണങ്ങളെല്ലാം നാം കാണുന്നത് കർത്താവിലാണ്. ഇപ്പൊ കർത്താവിനെ ചിന്തിക്കുക, കർത്താവിനെ ധ്യാനിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ സ്വഭാവമുള്ളവരായിട്ട് തീരുവാൻ കഴിയും എന്നുള്ളതാണ്. നമ്മൾ കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ക്രിസ്തു ഇരിക്കുന്ന ഇടമായി ഉയരത്തുള്ളത് ചിന്തിപ്പിൻ, ഉയരത്തുള്ളത് അന്വേഷിപ്പിൻ. ഭൂമിയുള്ളതല്ല, ഉയരത്തുള്ളത് തന്നെ അന്വേഷിക്കണം. ഭൂമിയുള്ളത് അന്വേഷിക്കുന്നവരെല്ലാം ഭൂമിക്ക് വേണ്ടി പ്രവർത്തിക്കും. സ്വർഗീയമായതിനെ, അധികം നല്ലതിനെ കാംക്ഷിക്കുന്നവർ, അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നവർ കർത്താവിനെ ധ്യാനിക്കുമ്പോൾ, കർത്താവിൻ്റെ സ്വഭാവവിശേഷങ്ങളെ ധ്യാനിക്കുമ്പോൾ ക്രിസ്തു സ്വഭാവമുള്ളവരായിട്ട്, സ്വർഗീയ സ്വഭാവമുള്ളവരായിട്ട് നാം തീരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം. അതുകൊണ്ട് നമ്മുടെ ആ ചിന്താഗതികളെ നാം നിയന്ത്രിക്കണം.
ജോനാഥാൻ എഡ്വേർഡ്സ് എന്ന് പറയുന്ന ദൈവദാസൻ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഭാവനയും നമ്മുടെ ചിന്തകളും എന്ന അദൃശ്യമായ ആ ശക്തിയാണ് എന്നാണ്. വളരെ ശരിയാണ്. അതുകൊണ്ട് നമ്മുടെ ചിന്താഗതികളെ, നമ്മുടെ ഭാവനകളെ, ക്രിസ്തുവിന് വിരോധമായി പൊങ്ങുന്നായ എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കണം എന്ന് പൗലോസ് 2 കൊരിന്ത്യർ വായിക്കുന്നുണ്ട്. അങ്ങനെ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ചിന്താഗതി, ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവൻ നയിപ്പാൻ നമ്മെ സഹായിക്കുന്നതാണ് എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. എന്താണ് സത്യമായവ എന്നുള്ളത്? സത്യമായവ പണ്ട് 2 കൊരിന്ത്യർ 2:25 വരുമ്പോൾ, സത്യമായവ ദൈവത്തിന്റെ സത്യവചനം എന്ന് നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം സത്യമാണ്. അതുപോലെ ക്രിസ്തുവിൽ നമുക്ക് സത്യം ഉണ്ട്. ക്രിസ്തു സത്യമാണ്. എഫേസ്യർ 4:20-21 കർത്താവിനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. യോഹന്നാൻ 17:17 നാം വായിക്കുന്നുണ്ട്, സത്യത്താൽ അവരെ ശുദ്ധീകരിക്കുന്ന നിന്റെ വചനം സത്യമാണ്. യോഹന്നാൻ 16:13 പരിശുദ്ധാത്മാവിനെ കുറിച്ച് സത്യത്തിന്റെ ആത്മാവ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ദൈവത്തിന്റെ വചനവും കർത്താവും ദൈവത്തിന്റെ ആത്മാവും ഒരുമിച്ച് ചേരുന്ന അനുഗ്രഹീതമായ ജീവിത പാതയിലൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ സത്യത്തിൽ നടക്കുന്നു. യോഹന്നാൻ പറയുന്നുണ്ട്, എൻ്റെ മക്കൾ, സത്യത്തിൽ നടക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല എന്ന്. അപ്പോൾ സത്യമായവ കർത്താവിനെ കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അത് നമുക്ക് സത്യമായി ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. മാത്രമല്ല, അടുത്തതായിട്ട് ഘനമായതൊക്കെയും ചിന്തിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആദരിക്കത്തക്ക കാര്യങ്ങൾ, ആരാധനയ്ക്ക്, ബഹുമാനത്തിന്, കർത്താവിന് ബഹുമാനം കൊടുക്കത്ത നിലയിലുള്ളതായ ആ ചിന്തകൾ, കർത്താവിന് മഹത്വം കൊടുക്കുന്നതായ ചിന്തകൾ ചിന്തിക്കുക. നിസാരമായ നൈമഷികമായ ലോകത്തിൻ്റെയും നീങ്ങിപ്പോകുന്ന ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെയുള്ളത് ചിന്തിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ്. നീതിയായതൊക്കെയും ചിന്തിക്കുക. എന്താണോ സത്യമായത് അതാണ് നാം വിശ്വാസികൾ ചിന്തിക്കേണ്ടത്. ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ ആ മാനദണ്ഡത്തിന് അനുരൂപമായ ചിന്തകൾ, അതാണ് നീതിയുള്ള ചിന്തകൾ. ദൈവത്തിൻ്റെ വിശുദ്ധിയോട് ഏകീഭവിക്കുന്നതായ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. മാത്രമല്ല, അടുത്തതായിട്ട് പൗലോസ് പറയുന്നത് നിർമ്മലമായതൊക്കെയും ചിന്തിക്കുക. ധാർമ്മികമായിട്ട് വിശുദ്ധമായ, അശുദ്ധിയില്ലാത്ത, കന്മഷമില്ലാത്ത, ജഡത്തിലെ ആത്മാവിലെ കന്മഷങ്ങളെ നീക്കുന്നതായ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക, രമ്യമായ ചിന്തയുണ്ടാകുക എന്നുള്ളതാണ് അടുത്തതായിട്ട് പൗലോസ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ദൈവത്തിന് പ്രസാദകരമായ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നാണ് നമ്മെക്കുറിച്ച്. വളരെ ദയോടുകൂടിയ, കൃപയോടുകൂടിയ, ആളുകളോട് കൃപയോടുകൂടിയും ദയോടുകൂടി ഇടപെടുന്നതിന് സഹായകരമായ ചിന്തകൾ നമുക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, സദ്ഗുണമോ പുകഴ്ചയായത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വളരെ ഉന്നതമായ ചിന്തകൾ, ഒരു നമ്മുടെ ജീവിതത്തിലെ സ്നേഹത്തിൻ്റെയും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതുമായ ഒരു ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. മറ്റുള്ളവരെ കുറിച്ച് നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, അവരുടെ ദോഷവശങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അവരോട് പകയും വിദ്വേഷവും ഉണ്ടാകുന്ന ചിന്തകൾ ഒഴിവാക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചിന്താലോകം വളരെ വിശുദ്ധമായിരിക്കും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിന്തകൾ നാം മാത്രം അറിയുന്നതാണ്. ശലോമോൻ സദൃശവാക്യത്തിൽ പറയുന്നത്, ഒരുവൻ എങ്ങനെ ചിന്തിക്കുന്നുവോ അവൻ അങ്ങനെയാണ് എന്നാണ്. വളരെ ശരിയാണ്. നമ്മുടെ ചിന്തകൾ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും, അതോടൊപ്പം ദൈവം തന്നെ അറിയും. അവിടുന്ന് ദൈവത്തിൻ്റെ വചനം ചിന്തകളെയും ഭാവനകൾ
ഭാവങ്ങളെയൊക്കെ വിവേചിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ആ ദൈവവുമായിട്ടാണ്, കർത്താവുമായിട്ടാണ് നമുക്ക് ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ചിന്തകളെ നിയന്ത്രിക്കുവാനും ദൈവത്തിന് പ്രസാദകരമായ ചിന്തകളിലൂടെ മുന്നോട്ട് പോകുവാനും അങ്ങനെ ദൈവത്തിന് പ്രസാദകരമായ പ്രവൃത്തി ഉണ്ടാകുവാനും അങ്ങനെ ദൈവത്തിന് പ്രസാദകരമായ ഒരു സ്വഭാവവിശേഷം, ക്രിസ്തുവിന് അനുരൂപമായ ഒരു സ്വഭാവവിശേഷവും നമ്മളിൽ ഉണ്ടാകുവാൻ, നമ്മുടെ ചിന്താഗതികളെ ഒന്ന് പരിശോധിക്കുവാൻ ഈ ചിന്തകൾ മുഖാന്തരമായി തീരട്ടെ.